DCC പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച പ്രിയങ്ക ഗാന്ധി വയനാട് സന്ദർശനത്തിൽ DCC പ്രസിഡന്റിനെ കാണുന്നത് പ്രിയങ്ക ഒഴിവാക്കി. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ കാണാൻ അനുമതി തേടിയിട്ടും പ്രിയങ്ക നിഷേധിച്ചെന്നും ആക്ഷേപം. DCC പ്രസിഡന്റിനെ മാറ്റാൻ പ്രിയങ്ക ശുപാർശ നൽകിയതായും സൂചനയുണ്ട്. ലിനറ്റ് വർഗീസ് ഉണ്ട് വിവരങ്ങളുമായി. ലിനറ്റ്, ആ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് പ്രിയങ്ക. ഇങ്ങനെ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം അത്രയധികം വിവാദങ്ങളാണ് വയനാട് DCCയുമായി ബന്ധപ്പെട്ട് ഈ കുറഞ്ഞ കാലയളവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? അഖില പറഞ്ഞ പോലെ തന്നെയാണ് സംഭവങ്ങൾ. വയനാട്ടിലെ ആത്മഹത്യ വിവാദവും അതോടൊപ്പം ഗ്രൂപ്പ് പ്രശ്നങ്ങളും ഒന്നും തന്നെ പരിഹരിക്കാൻ DCC നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന ആരോപണം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ DCC പ്രസിഡന്റ് ND അപ്പച്ചന് നേരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്നത്. എന്നാൽ ഈ ഒരു ആഴ്ചയായിട്ട് പ്രിയങ്ക ഗാന്ധി MP, വയനാടിന്റെ MP ഇവിടെ സ്ഥലത്ത് സന്ദർശനം നടത്തുന്ന വേളയിലൊന്നും DCC പ്രസിഡന്റുമായിട്ടോ DCC നേതൃത്വവുമായിട്ടോ കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ല. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് അനുമതി തേടിയെങ്കിലും പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിലുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം ഉയരുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്കയുടെ ഇത്തവണത്തെ വരവ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താനുള്ള ശ്രമം MP ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ UDF ഭരിക്കുന്ന ഇതേ മണ്ഡലത്തിൽ DCC പ്രസിഡന്റിനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ വിമർശനം ഉയരുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തുടർച്ചയായ ഇത്തരത്തിലുള്ള ആത്മഹത്യാ വിവാദങ്ങളും അതോടൊപ്പം നിയമനക്കോഴ വിവാദവും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു DCC നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരങ്ങളും നിർദ്ദേശിക്കുവാനോ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുവാനോ സാധിച്ചിട്ടില്ല എന്ന വിമർശനം ഈ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യം പല വിഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയരുന്ന സ്ഥിതിക്ക് ഇത്തരത്തിൽ DCC പ്രസിഡന്റിനെ മാറ്റാൻ പ്രിയങ്ക തന്നെ ശുപാർശ ചെയ്തതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റിനെ കാണുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി MP എത്തിയതെന്നുള്ള ഇതാണ് മനസ്സിലാക്കേണ്ടത്. അഖില, ലിനറ്റ്, വയനാട്ടിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ്. അത്ര ഉച്ചത്തിൽ തന്നെ തുടരുകയാണെന്ന് തന്നെ നമുക്ക് പറയാനും കഴിയും. പ്രിയങ്ക മണ്ഡലത്തിൽ എത്ര നാൾ ഉണ്ടാകും ഇനി എന്നാണ് മടങ്ങുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. അഖില, 7 ദിവസത്തെ ഷെഡ്യൂൾ ആയിരുന്നു പ്രിയങ്ക ഗാന്ധി MP ഈ വയനാട്ടിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രിയങ്ക ഗാന്ധി ഇവിടെയുണ്ട്, പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈവറ്റ് വിസിറ്റുകളൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധി കൂടുതലായി കൊണ്ടുവരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു സഭാ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ ഈ ഒരു ആദിവാസി മേഖലയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം. പ്രത്യേകിച്ച് പല ഊരുകളിലും എത്തി പലരോടും സംസാരിക്കുന്നതായിട്ടൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പദ്മശ്രീ കിട്ടിയിരിക്കുന്ന ചെറുവയലിനെയൊക്കെ തന്നെ പോയി കണ്ട സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് കൂടി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രിയങ്ക ഗാന്ധി നടപ്പാക്കുന്നത്. നിലവിൽ എന്ന് തിരിച്ചു പോകുമെന്നതിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാലും ഒരു 3 ദിവസം കൂടി പ്രിയങ്ക ഗാന്ധി MP വയനാട്ടിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും പല ആളുകളെയും കണ്ട് സംസാരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തരത്തിൽ DCCയുമായിട്ടുള്ള അതൃപ്തിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അഖില, ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.